ബോഡി ബിൽഡർമാർക്ക് ഇൻസ്പെക്ടർമാരായി നിയമനം നൽകിയ നടപടിയിൽ ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ADGP ശ്രീജിത്തിനുമെതിരെ വിജിലൻസ് അന്വേഷണത്തിനുള്ള സാധ്യത തെളിയുന്നു. ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായിരിക്കെ നിയമവിദഗ്ധരാണ് ഇതിനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടുന്നത്. ബോഡി ബിൽഡർമാർക്ക് ഇൻസ്പെക്ടർ നിയമനം നൽകിയ നടപടിക്ക് എതിരെ ഇന്നും കോടതിയിൽ ചൂടേറിയ വാദങ്ങളാണ് നടന്നത്. ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കാൻ ഇറങ്ങിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആസിഫ് അലിയും ഹർജിക്കാരന്റെ അഭിഭാഷകന്റെ ചൂടറിഞ്ഞു. ഇടതുപക്ഷ ഭരണകാലത്ത് സർക്കാർ നടത്തിയ അഴിമതിക്കെതിരെ ചാനലിൽ വന്നിരുന്ന് പ്രസംഗം നടത്തിയ ആളാണ് ഇപ്പോൾ അഴിമതിക്കാർക്ക് അനുകൂലമായി വാദിക്കുന്നതെന്നാണ് ഹർജിക്കാരന്റെ അഭിഭാഷകൻ തുറന്നടിച്ചത്. എന്തുകൊണ്ട് ഈ പരാതി വിജിലൻസ് അന്വേഷിക്കണം എന്നതിന്റെ കാരണവും അക്കമിട്ട് അദ്ദേഹം നിരത്തുകയുണ്ടായി. തുടർന്നാണ് കോടതി ചില സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയത്. 100 മീറ്റർ ഷോട്ട് പുട്ട് എറിയാൻ കഴിയാത്തവർക്ക് CI പോസ്റ്റ് എന്തിനു നൽകി എന്നതായിരുന്നു കോടതി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് ആദ്യം ചോദിച്ചിരുന്നത്. കേരള പോലീസിൽ സ്പോർട്സ് കോട്ടയിൽ ബോഡി ബിൽഡർമാരെ നേരിട്ട് സർക്കിൾ ഇൻസ്പെക്ടർമാരായി നിയമിച്ച നടപടിയിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനം തന്നെയാണ് വീണ്ടും കോടതി ഉയർത്തിയത്. യോഗ്യരായ രാജ്യാന്തര ഫുട്ബോൾ താരങ്ങളെ തഴഞ്ഞാണ് കായികക്ഷമതയില്ലാത്ത 2 പേർക്ക് ചട്ടങ്ങൾ മറികടന്ന് നിയമനം നൽകിയതെന്നും കോടതി വാക്കാൽ നിരീക്ഷിക്കുകയുണ്ടായി. യോഗ്യതയില്ലാത്തവരെ നിയമിക്കുന്നതിൽ അഴിമതി ഉണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി ഈ നിയമനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കഴിഞ്ഞ ഇടത് സർക്കാരിനെതിരെ സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയത്. ശാരീരിക ക്ഷമതാ പരീക്ഷ ജയിക്കാത്ത ഇവർക്ക് നേരിട്ട് CI നിയമനം നൽകിയത് വർഷങ്ങളായി പ്രമോഷൻ കാത്തിരിക്കുന്ന നിരവധി സബ് ഇൻസ്പെക്ടർമാരുടെ മുകളിലൂടെയാണ് എന്നതും കോടതി എടുത്തു പറഞ്ഞു. ഒരു പണിയും എടുക്കാതെ ശമ്പളം വാങ്ങാൻ ചിലർ ശ്രമിക്കുകയാണെന്നും ആവശ്യമില്ലാത്ത ആളുകളെ നിയമിക്കുന്നതിന് പിന്നിൽ വലിയ അഴിമതി ഉണ്ടെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ജസ്റ്റിസ് ബദറുദ്ദീൻ പറയുകയുണ്ടായി. കേരളം കണ്ട എക്കാലത്തെയും മികച്ച രാജ്യാന്തര ഫുട്ബോൾ താരങ്ങളായ IM വിജയൻ, ഷറഫ് അലി, KT ചാക്കോ എന്നിവർക്ക് പോലും ചട്ടപ്രകാരം ASI പോസ്റ്റിലാണ് നിയമനം നൽകിയതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. അവർ കൃത്യമായി ജോലി ചെയ്താണ് ശമ്പളം വാങ്ങിയത്. എന്നാൽ യാതൊരു യോഗ്യതയും ഇല്ലാത്ത 2 പേർക്ക് നേരിട്ട് CI റാങ്കിലേക്ക് പ്രവേശനം നൽകിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ഹൈക്കോടതി ചോദിച്ചു. സാധാരണഗതിയിൽ ചട്ടപ്രകാരമാണെങ്കിൽ ഇവർക്കും ASI ആയി മാത്രമേ നിയമനം നൽകാൻ പാടുള്ളൂ എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഈ നിയമനത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചകൾ സംഭവിച്ചതായും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. സ്പോർട്സ് കോട്ട നിയമനത്തിൽ ആദ്യം ക്യാബിനറ്റ് ആണ് തീരുമാനമെടുത്തത്. എന്നാൽ പിന്നീട് ഇവർ കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഫയൽ ചീഫ് സെക്രട്ടറിയുടെ മുന്നിലെത്തി. ഈ സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറി ചെയ്യേണ്ടിയിരുന്നത് ഫയൽ ക്യാബിനറ്റിലേക്ക് തിരിച്ചയക്കുകയോ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ആയിരുന്നു. എന്നാൽ ഇവിടെ അതുണ്ടായില്ല എന്നും ചട്ടങ്ങൾ കർശനമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടവരെ പോലീസിൽ എടുക്കരുതെന്ന് ബറ്റാലിയൻ ADGP ഫയലിൽ എഴുതിയപ്പോൾ ഇവർക്ക് അനുകൂലമായ ശുപാർശയാണ് അഡ്മിനിസ്ട്രേഷൻ ADGP ആയിരുന്ന S. ശ്രീജിത്ത് DGP റവാഡ ചന്ദ്രശേഖരന് നൽകിയിരുന്നത്. ഈ ഫയലിൽ ഒപ്പിട്ടതാണ് സംസ്ഥാന പോലീസ് മേധാവിക്കും ഇപ്പോൾ കുരുക്കായി മാറിയിരിക്കുന്നത്. ഹൈക്കോടതി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ശ്രീജിത്തിനും റവാഡ ചന്ദ്രശേഖരനും പുറമെ ചീഫ് സെക്രട്ടറിയും വിജിലൻസ് അന്വേഷണം നേരിടേണ്ടതായി വരും. അങ്ങനെ സംഭവിച്ചാൽ ഇവർക്ക് തൽസ്ഥാനത്ത് തുടരുന്നതും ബുദ്ധിമുട്ടാകും.